ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഇന്നല്ല ശരിക്കും വിഷു, നാളെയാണ് വിഷു. April 14th, ഇന്ന് April 13th ആണ്. അപ്പോ നാളെ ഞങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 10 to 6 ക്ലാസ് ഉണ്ട്. അപ്പൊ നാളെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്ന്. അപ്പോ ഞങ്ങളുടെ കുഞ്ഞൊരു കണിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. കണിക്കൊന്നില്ല, അതുകൊണ്ട് ഒരു മഞ്ഞ പ്ലാസ്റ്റിക് പൂ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ സെറ്റാക്കി. പിന്നെ ക്ലാസ്സിലെ 2-3 കുട്ടികളെ വിളിച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പൊ അവർക്ക് വിഷു എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പറഞ്ഞപ്പോ തന്നെ വിഷു സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരുന്നു. അപ്പൊ അവര് ഒരു 12:30, 1 o'clock ഒക്കെ ആവുമ്പോഴേക്കും എത്തും. അപ്പോഴേക്കും സദ്യ സെറ്റാക്കണം. അപ്പൊ ഒരു കുഞ്ഞൊരു സദ്യ വാഴലൊക്കെ ഇട്ടിട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ട് നമ്മുടെ വിഷു ആഘോഷിക്കാം. പിന്നെ ഇന്ന് ഞായർ, ഓശാന ഞായറാണ്. അപ്പൊ പിന്നെ ഇപ്പോ റെഡി ആയിട്ടിരിക്കുന്നത് പള്ളിയിൽ പോകാനാണ്. അപ്പൊ മുപ്പരാളിപ്പോ പള്ളിയിൽ പോവും. അപ്പൊ ഞാനിവിടെ കുക്ക് ചെയ്യും. അപ്പോൾ ഞാനൊരു കുഞ്ഞൊരു വിഷു വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആഘോഷിക്കാന്ന് വെച്ചു. അപ്പോൾ ഇനി എന്താവുമെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല അധികം. കാരണം പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാറില്ല. എന്നും ക്ലാസ്സിൽ പോകുന്നു, വരുന്നു, പഠിക്കുന്നു, കഴിക്കുന്നു. ദിവസം എടുക്കാനാണെങ്കിൽ തന്നെ സെയിം കണ്ടന്റ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നടക്കാറില്ല. ഭയങ്കര ബോറാണ് ലൈഫ്. അപ്പോൾ ഇന്ന് ഒരു നല്ല ദിവസമായതുകൊണ്ട് വീഡിയോ എടുക്കണം. അപ്പോൾ ബിന്നിപ്പതാ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കാന്നാണ്. അപ്പോൾ ചോറ്, സാമ്പാർ, ഇഞ്ചിപ്പുളി, ദെൻ എരിശ്ശേരി, ക്യാബേജ് തോരൻ, ദെൻ ബീട്രൂട്ട് പച്ചടി, പിന്നെ പാലട പായസം, പിന്നെ കോളിഫ്ലവർ, പിന്നെ ചിക്കൻ റോസ്റ്റ്. അതൊക്കെയാണ് നമ്മുടെ മെനു എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബേജ് ഉപ്പേരിയും പിന്നെ എരിശ്ശേരി നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ സാമ്പാറിനുള്ള സംഭവങ്ങൾ കുക്കറിലുണ്ട്. ഇനി ഇത് വരണ ഒരു കുട്ടി വെജിറ്റേറിയൻ ആണ്, പ്യുവർ വെജാണ്. അപ്പോൾ നമുക്ക് അവർക്കൊരു ചെറിയൊരു ഇന്ത്യൻ സ്റ്റൈൽ ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കാം. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ വേഗം കട്ട് ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇന്നലെ രാത്രി ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ഇന്ന് രാവിലെ പള്ളി പോകുന്നതുകൊണ്ട് എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ കട്ട് ചെയ്യുമ്പോഴാണ് വീട് ഭയങ്കര മിസ് ചെയ്തത്. കാരണം വിഷുവിൻ്റെ തലേദിവസം എൻ്റെ പണിയാണ് വീട്ടിലെല്ലാ വെജിറ്റബിൾസും അരിഞ്ഞ് വെക്കാന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കണി ഒരുക്കുക, അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഇന്നലെ അതൊക്കെ ചെയ്യുമ്പോൾ നന്നായി വീടൊക്കെ മിസ് ചെയ്തു. പിന്നെ സാരില്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിജീവിച്ച് പോകേണ്ടത്. പിന്നെ കുറേ ഡിഷസൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കണത് കേട്ടോ. എരിശ്ശേരി, അതുപോലെ തന്നെ പച്ചടി, അതൊക്കെ ഞാൻ ആദ്യമായിട്ട് വെക്കണേ. ഇന്നലെ രാത്രി ഇഞ്ചിപ്പുളി വെച്ചു. അത് നല്ല ടേസ്റ്റായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറേ എടുത്ത് വെറുതെ കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ, പിന്നെ വീഡിയോ ഇടാത്തത് കുറേ പഠിക്കാനുള്ളത് കൊണ്ട് എടുക്കാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്ന് വെച്ചാൽ എല്ലാം സെയിം കണ്ടന്റ് ആയിരിക്കും. ക്ലാസ്സിൽ പോവുക, വരിക, എല്ലാം സെയിം കണ്ടന്റ് തന്നെയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ ഇന്ന് April 13th ഞങ്ങൾ അവിടുത്തെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പൂരാണ്. ഭയങ്കര അടിപൊളി പൂരാണ്. അപ്പം അമ്മയും അനിയനൊക്കെ അതിൻ്റെ ആഘോഷത്തിലാണ്. അപ്പം നമുക്കിവിടെ കുഞ്ഞൊരു വിഷു സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ.
പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പപ്പടം കാച്ചുകയാണ്. ഇവിടെ പായസത്തിനുള്ള പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 10 മിനിറ്റിനുള്ളിൽ എത്തും. നോക്കൂ, എങ്ങനെ ഉണ്ടായിരുന്നു പള്ളി പോയിട്ട്? അടിപൊളി. തിരക്കുണ്ടായ? നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർ വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അതാ നമ്മുടെ സദ്യയിലെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ, ചിക്കൻ റോസ്റ്റ്, എരിശ്ശേരി, ക്യാബേജ് ക്യാരറ്റ് ഉപ്പേരി, പിന്നെ ഇത് കോളിഫ്ലവർ മഞ്ചൂരിയൻ, ഇത് ബീട്രൂട്ട് ഉപ്പേരി, ചോറ്, ദെൻ പുളിയിഞ്ചി, ദെൻ അച്ചാർ, പിന്നെ പായസം അവിടെ ആവുന്നുണ്ട്, പപ്പടവും വറുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. പൂച്ചനെ കണ്ട് പേടിച്ചു. ഹായ് ഹായ് ഹായ്, കം കം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളിത് അപ്പൊ അവരെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് കണി കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരാണ്. അതാണിപ്പോ കാണുന്നത്. This is Vishu Kainitam. Oh, okay. I got money. Me next time. Thank you. I'll help you. Drishti. Drishti Kansara. Wow. Okay. This one. Travel. Yeah. See. Ooh. Wow. Okay. And heavy. That's important. Wow. Vishu Kainitam. Vishu Kainitam. Yeah. Next, Pradeep. Da. You don't need to bend it. Oh. This is Kainita. This is Kainita. Okay. What does it mean? Okay, അടുത്ത് നമ്മുടെ പ്രാജ്ഞ പാട്ടീൽ. പ്രാന്ത്യ. Vishu Kainitam. इतना सही? No, enough for you. I'm so confused, this lady. So ഇതാണ് നമ്മുടെ ഗസ്റ്റ്. Say your name. Introduce yourself. They have seen me 100 times. This is our eating beauty. കുളിക്കുമ്പോൾ ഈ കുട്ടി കഴിച്ചിട്ടേ കുളിക്കാറുള്ളൂ. बोलना. Hello. This is Drishti. Happy Yeshu. If that's what Yeshu. Vishu. That in the vlog. Happy Yeshu. नहीं happy Yeshu गलत है. Again. Yeshu. Happy Yeshu. Yeshu. Sorry. Okay, sorry. 1, 2, 3. Happy Yeshu.
നമ്മൾക്ക് ഫുഡ് കഴിക്കാം. രാജ് I want you to eat, then I will eat. My love for you. Cebu cards. I already eat it. ആഹാ. ഹർഷിത ടേസ്റ്റ് ആൻഡ് സേ. What expression is that? Really nice. The sambar. My heart is so happy. Sampar. Please make sambar. Very nice, very nice. Thank you. How do you say very tasty food in your language? നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. Okay. നല്ല രുചിയുണ്ട്. വിചാരി. Can I come live with you? Yeah, sure. Yeah. I see. Vedika is struggling. But she can But eat it's more. nice. I can eat it all. It's very nice. Yeah, but one day, like Harshita said. Vinci done. Doing. വയറ് നിറഞ്ഞിട്ട് എണീക്കാൻ പറ്റുന്നില്ല. ആ ട്രയൽ ഫോർ പ്രാജ്ഞ. How was the sadhya, guys? അടിപൊളി. So Harshida, which was your favorite? സാമ്പാർ ആൻഡ് ടാമറിൻ ചട്നി ആൻഡ് ബീട്രൂട്ട്. I like the flour sabzi and sambar and rice and papad. What did I like? Chicken. What did you like? You don't like me? I know, obviously. Okay, അപ്പൊ നമ്മള് വിഷു അടിച്ചു പൊളിച്ചു. അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവർക്കും വിഷു ആശംസകൾ. അതെ, വിഷു ആശംസകൾ. ഓക്കെ, ബൈ. Bye.